റൈറ്റ് ഫിൽസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? മാർക്കറ്റ് അടുത്തൊന്ന് ഉയർന്നപ്പോൾ നിങ്ങളുടെ SIP സ്ട്രാറ്റജി ശരിക്കും വർക്കായോന്ന് നോക്കാം. മാർക്കറ്റ് താഴോട്ട് പോയപ്പോൾ ടെൻഷനായോ? അത് സ്വാഭാവികമാ, പ്രത്യേകിച്ച് നിങ്ങളൊരു പുതിയ നിക്ഷേപകനല്ലേ. തുടങ്ങി 3-4 മാസമായല്ലേ ഉള്ളൂ. അപ്പോഴേക്കും മാർക്കറ്റിലെ ആദ്യത്തെ പരീക്ഷയും നിങ്ങൾ നേരിട്ടു. പക്ഷെ ഈ ഒരു അനുഭവം കൊണ്ട് ഇൻവെസ്റ്റിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇവിടെ നിങ്ങളെ സഹായിച്ച ആ സീക്രട്ട് വെപ്പൺ എന്താണെന്നറിയോ? നിങ്ങളുടെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. അതായത് കൃത്യമായ ഇടവേളകളിൽ ഒരു നിശ്ചിത തുക നിക്ഷേപിക്കുന്ന സിമ്പിൾ രീതി. ഇമോഷൻസിന് ഇവിടെ സ്ഥാനമില്ല. അപ്പം മാർക്കറ്റ് താഴോട്ട് പോകുമ്പോൾ നിങ്ങളുടെ SIP അതേ പൈസയ്ക്ക് കൂടുതൽ യൂണിറ്റുകൾ വാങ്ങിക്കൂട്ടും. ഒരു മാർക്കറ്റ് സെയിൽ പോലെ സങ്കൽപ്പിച്ചു നോക്കൂ. നിങ്ങൾ ഡിസ്കൗണ്ടിൽ നിക്ഷേപം വാങ്ങുകയായിരുന്നു. നിങ്ങൾ ചെയ്തതും പേടിച്ച് പിന്മാറിയ ഒരാൾക്ക് എന്ത് സംഭവിക്കുമായിരുന്നു എന്നും നമുക്കൊന്ന് നോക്കാം. എപ്പോഴും ഓർക്കുക, ഈ കറക്ഷനുകൾ നഷ്ടമല്ല, അവസരങ്ങളാണ്. ഇതാണ് വിജയരഹസ്യം. ഇപ്പൊ കണ്ടില്ലേ, അക്ഷമയ്ക്ക് ഫലം ഉണ്ടായി തുടങ്ങി. നിങ്ങളുടെ നിക്ഷേപം മുകളിലേക്ക് തന്നെയാണ്. കണ്ടോ, മാർക്കറ്റ് ചാഞ്ചാടി നിന്നപ്പോഴും കൂടെ നിന്നതിന്റെ ഗുണം ഇതിൽ വ്യക്തമായി കാണാം. മാർക്കറ്റ് തിരിച്ചു കയറുന്നതോടെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലെ നഷ്ടം കുറഞ്ഞു വരുന്നത് കാണാം. കാരണം വില കുറഞ്ഞപ്പോൾ നിങ്ങൾ വാങ്ങിക്കൂട്ടിയ ആ യൂണിറ്റുകളില്ലേ, അതാണ് ഇപ്പോഴത്തെ മുന്നേറ്റത്തിന് പിന്നിൽ. ഇതിന്റെ അർത്ഥം എന്താണെന്നോ? ശക്തമായൊരു തിരിച്ചുവരവ്, ഒപ്പം ഭാവിയിൽ കൂടുതൽ നേട്ടങ്ങൾ. വിപണി ഇടിഞ്ഞപ്പോൾ പതരാതെ പിടിച്ചു നിന്നതിന് അഭിനന്ദനങ്ങൾ. ഇത് ശരിക്കും ഒരു ഗംഭീര തുടക്കമാണ്. അപ്പൊ ഒന്നോർക്ക, ഇനി മാർക്കറ്റ് ഇടിയുവാണെങ്കിൽ അത് ഡിസ്കൗണ്ടിൽ കൂടുതൽ വാങ്ങാനുള്ള പുതിയൊരവസരമാണ്. ഇങ്ങനെയാണ് ദീർഘകാലത്തേക്ക് വലിയ സമ്പത്ത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഓരോ ഇടിവിനെയും നേട്ടമാക്കി മാറ്റുക. അപ്പൊ പറയൂ, അടുത്ത തവണ മാർക്കറ്റ് താഴോട്ട് പോകുമ്പോ നിങ്ങള് അതിനെ ഒരു പേടിയോടെ കാണുമോ അതോ അവസരമായി കാണുമോ? നിങ്ങളുടെ ഈ വിശ്വാസത്തിന് നന്ദി. നമുക്ക് ഈ മുന്നേറ്റം ഒരുമിച്ച് തുടരാം.